നമസ്കാരം. മോദിയെയും ബി.ജെ.പി. സർക്കാരിനെയും നിസ്സാരമായി ചൊറിഞ്ഞു നോക്കി രാഹുൽ ഗാന്ധി മുട്ടൻ പണി വാങ്ങിയിരിക്കുകയാണ്. എപ്സ്റ്റൈൻ ഫയലിൽ മോദിയുടെ പേര് വന്നതും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും ഒക്കെ മുൻനിർത്തി തുടങ്ങിയ രാഹുലിന്റെ വാദപ്രതിവാദങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത നരവനയുടെ പുസ്തകത്തിലേക്ക് കൂടി കടക്കുകയും ആക്രമണ മനോഭാവത്തോടു കൂടി സംസാരിക്കുകയും കൂടി ചെയ്തതോടെ രാഹുലിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും രാഹുലിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പേരിൽ ആരോപിക്കപ്പെടുന്ന അഴിമതി കേസുകളും അഴിച്ച് പരിശോധിച്ച് രാഹുലിനെ തൂക്കിയെടുത്തകത്തിടാനുള്ള തയ്യാറെടുപ്പുകൾ ബി.ജെ.പി. തുടങ്ങിക്കഴിഞ്ഞു. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നീക്കം കടുപ്പിച്ച് ബി.ജെ.പി. പണി തുടങ്ങി. രാഹുലിന്റെ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. അംഗം നിഷികാന്ത് ദുബെ സഭയിൽ പ്രമേയം സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജോർജ് സോറോസ് അടക്കമുള്ള രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിയെന്നാണ് ആരോപണം. ശൂന്യവേളയിൽ വിഷയം പ്രത്യേകമായി ഉന്നയിച്ച നിഷികാന്ത് ദുബെ ആരോപണങ്ങൾ സഭയ്ക്കകത്ത് ആവർത്തിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കൃഷ്ണപ്രസാദ് എനറ്റി സഭാ നടപടികൾ അവസാനിപ്പിച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണകക്ഷിയുടെ അസാധാരണ നീക്കം. കളമായ പരാമർശങ്ങൾ അടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നീക്കാൻ ആവശ്യപ്പെട്ട് ബി.ജെ.പി. അംഗങ്ങൾ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ പദ്ധതിയില്ല എന്ന് നിഷികാന്ത് ദുബെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സോറോസ് ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, USAID തുടങ്ങിയ സ്ഥാപനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു. തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ബഹ്റൈൻ, US രാജ്യങ്ങളിലേക്കുള്ള രാഹുലിന്റെ യാത്രയും പരിശോധിക്കണം. ഇന്ത്യ വിരുദ്ധ ശക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പരിശോധിക്കണമെന്നതാണ് ആവശ്യം. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന വാദം ഇന്ത്യയെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി നിലനിർത്തി എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ മേഖലയിൽ വിപുലീകരണം, സ്റ്റാർട്ടപ്പ് പ്രോത്സാഹനം, പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത എന്നിവയിൽ സർക്കാർ നൽകിയ പ്രാധാന്യം പിന്തുണയ്ക്കാനാവുന്ന ഘടകങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേശീയപാതകൾ, റെയിൽവേ നവീകരണം, സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ, വിമാനത്താവള വികസനം എന്നിവയിൽ കണ്ട മുന്നേറ്റം ഭരണത്തിന്റെ ദീർഘകാല മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബജറ്റിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. തൊഴിൽക്ഷാമം, വിലക്കയറ്റം, സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ അദ്ദേഹം ഉന്നയിച്ചു. ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് നിർണായകമാണ്. സർക്കാരിനെ ചോദ്യം ചെയ്യുകയും ബദൽ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഭരണപക്ഷത്തിന്റെ വാദമനുസരിച്ച് ദീർഘകാല സാമ്പത്തിക സ്ഥിരത ലക്ഷ്യമിട്ടെടുത്ത തീരുമാനങ്ങളെ താൽക്കാലിക രാഷ്ട്രീയ പ്രയോജനങ്ങളുടെ കണ്ണിലൂടെ മാത്രം വിലയിരുത്തുന്നത് നീതിയുള്ളതല്ല. മോദി സർക്കാരിന്റെ ഒരു പ്രധാന ശക്തി നയങ്ങളിൽ തുടർച്ചയും തീരുമാനങ്ങളിൽ ദൃഢതയും പുലർത്തുന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രം എന്ന ആശയം വെറും മുദ്രാവാക്യമല്ല എന്ന് കാണിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ജനധൻ അക്കൗണ്ടുകൾ, ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വ്യാപനം, നേരിട്ടുള്ള ആനുകൂല്യ വിതരണം തുടങ്ങിയ സംവിധാനങ്ങൾ ഭരണ നിർവഹണത്തിലെ കാര്യപ്രാപ്തി വർദ്ധിപ്പിച്ചു എന്നതാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയുടെ നിലപാട് ശക്തിപ്പെട്ടുവെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. G20 അധ്യക്ഷ സ്ഥാനകാലത്ത് രാജ്യത്തിന്റെ നയതന്ത്ര സജീവതയും ആഗോള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ശക്തമായതും ഭരണത്തിന്റെ നേട്ടമായി അവതരിപ്പിക്കപ്പെടും. വിദേശ നിക്ഷേപ ആകർഷണം, ഉൽപാദന മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ വിപുലീകരണം എന്നിവയും ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെടും. കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വിദേശയാത്രകൾക്ക് വിരാമം വിട്ടുകൊണ്ട് ഒന്നുകിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിലറയ്ക്കുള്ളിൽ ശിക്ഷിക്കുന്ന കാലം തള്ളി നീക്കേണ്ടി വരും. എന്താണ് കാലത്തിന്റെ നീതി എന്ന്, മോദി സർക്കാരിന്റെ വിധിയെഴുത്ത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി.